അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു സുനീസ് കിച്ചൻ. ഇന്നിവിടെ നമുക്ക് ഗോതമ്പ് പൊടി നേന്ത്രപ്പഴം ഉപയോഗിച്ച് നല്ലൊരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയല്ലോ. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മുടെ നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 മുറി തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കളർ മാറി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. അതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് കാഷ്നട്ട് വറുത്തെടുക്കാം. കുറച്ച് ബദാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇതിൽ നിന്ന് കോരി മാറ്റാം. നമ്മളിവിടെ 3 നേന്ത്രപ്പഴം നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. നമുക്കിതും ആ നെയ്യിൽ തന്നെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. പഴം ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്താൽ മതി. അത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലിട്ട് 400 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 4 അച്ച് ശർക്കര, നല്ല കറുത്ത ശർക്കര മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. ചൂടാറിയ ശേഷം ചേർത്ത് കൊടുക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പഴവും തേങ്ങാക്കൊത്തും കാഷ്നട്ടും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബനാന മിക്സ് ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പ്ലേറ്റിൽ നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. ഈ മിക്സ് മുഴുവനും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ബാക്കി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ബദാമും എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മളിതൊരു ഇഡ്ഡലി ചെമ്പിലാണ് സ്റ്റീം ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇതിന് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം. നമ്മൾ വെച്ചിട്ട് ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ടോ നോക്കാം. ഉണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറിയ ശേഷം എടുത്ത് മാറ്റാം. ഇങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സ്പൂണായിട്ട് ഒന്നിങ്ങനെ വെടിയിച്ചെടുക്കാം. ശേഷം നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും ഉപയോഗിച്ച് വളരെ ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതേപോലെ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.